വധശിക്ഷ ലഭിച്ചിട്ടും കോടതിയിൽ യാതൊരു പ്രതികരണവുമില്ലാതെ തലകുനിച്ചു നിന്ന് പ്രതി ഗ്രീഷ്മ. കോടതിയിൽ കയറിയത് മുതൽ ഗ്രീഷ്മ ആരുടെയും മുഖത്ത് നോക്കിയിരുന്നില്ല. വധശിക്ഷയാണെന്ന് അറിഞ്ഞപ്പോഴും തല താഴ്ത്തി നിൽക്കുക മാത്രമാണ് ഗ്രീഷ്മ ചെയ്തത്. അതേസമയം വിധി കേട്ട ഷാരോണിൻ്റെ അച്ഛനും അമ്മയും കോടതിയിൽ പൊട്ടിക്കരഞ്ഞു. അതിനുശേഷം കൈതൊഴുത് കോടതിയിൽ നന്ദി പറഞ്ഞു. വിധി കേൾക്കാൻ ഷാരോണിൻ്റെ മാതാപിതാക്കളെ കോടതി അകത്തേക്ക് വിളിപ്പിച്ചിരുന്നു. വളരെ വിശാലമായ വിധി പ്രസ്താവനയാണ് കോടതി നടത്തിയത്. നെയ്യാറ്റിൻകര അഡീഷണൽ സെക്ഷൻ കോടതിയാണ് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത്. കാമുകൻ ഷാരോണിനെ കഷായത്തിൽ കളനാശിനി കലർത്തി ഗ്രീഷ്മ കൊലപ്പെടുത്തുകയായിരുന്നു. 2022 ഒക്ടോബർ 14 ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വിഷം കലർത്തിയ കഷായം ഗ്രീഷ്മ ഷാരോണിന് നൽകുകയായിരുന്നു. ഒക്ടോബർ 25 ചികിത്സയിലിരിക്കെ ഷാരോൺ മരണപ്പെട്ടത്. കേസിലെ 1-ാം പ്രതി ഗ്രീഷ്മയും 3-ാം പ്രതി അമ്മാവൻ നിർമ്മലകുമാരനും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടിരുന്നു. ഷാരോൺ വധക്കേസിൽ 1-ാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചതിന് പിന്നാലെ പ്രതികരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥയായിരുന്ന ഡി. ശില്പ. വിധിയിൽ വളരെ സന്തോഷമുണ്ടെന്ന് ശില്പ പ്രതികരിച്ചു. അന്വേഷണ സമയത്ത് നിരവധി പ്രതിസന്ധികൾ നേരിട്ടിരുന്നു. ഗ്രീഷ്മ കേസ് വഴിതെറ്റിക്കാൻ പലതവണ ശ്രമിച്ചു. പക്ഷേ തെളിവ് ശേഖരിച്ച് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഇത് ഒരു ടീമായി നടത്തിയ അന്വേഷണമാണ്. അമ്മാവന് 3 വർഷം മാത്രമാണ് തടവ് ശിക്ഷ വിധിച്ചത്. അത് അപ്പീൽ കൊടുക്കാൻ കഴിഞ്ഞാൽ കൊടുക്കും. അന്വേഷണ ഉദ്യോഗസ്ഥ ശില്പ വ്യക്തമാക്കി. ഷാരോൺ കേസ് ടീം വർക്കിൻ്റെ വിജയമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഡിവൈഎസ്പി കെ. ജോൺസൺ മാധ്യമങ്ങളോട് പറഞ്ഞു. രാത്രി പകലോളം ജോലി ചെയ്താണ് പോലീസ് ടീം ഷാരോൺ കേസിലെ തെളിവുകൾ കണ്ടെത്തിയത്. അന്വേഷണം വഴിതിരിച്ചു വിടാൻ ഗ്രീഷ്മ ശ്രമിച്ചിരുന്നു. പിടിച്ചു നിൽക്കാനാകാതെ ഉത്തരം മുട്ടിയപ്പോഴാണ് ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചതെന്നും ജോൺസൺ വ്യക്തമാക്കി. ഷാരോൺ വധക്കേസിൽ നെയ്യാറ്റിൻകര അഡീഷണൽ സെക്ഷൻ കോടതി ജഡ്ജി A.M. ബഷീറാണ് വിധി പറഞ്ഞത്. 3 മാസം കൊണ്ടാണ് വാദം പൂർത്തിയാക്കിയത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ കോടതി അഭിനന്ദിച്ചു. അന്വേഷണ രീതി മാറിയ കാലത്തിനനുസരിച്ച് പോലീസ് മാറ്റിയെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ ആഗ്രഹിച്ചിരുന്നില്ല. മരണക്കിടക്കയിൽ പോലും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചു. മരണമൊഴിയിൽ പോലും ഗ്രീഷ്മയുടെ പേര് പറഞ്ഞില്ല. ഷാരോണിന് പരാതിയുണ്ടോ ഇല്ലയോ എന്നത് ഇവിടെ പ്രസക്തമല്ലെന്നും ഗ്രീഷ്മയ്ക്ക് പ്രായത്തിൻ്റെ ഇളവ് നൽകാനാകില്ലെന്നും കോടതി നിരീക്ഷിച്ചു. സ്നേഹബന്ധത്തിനിടയിലും കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഗ്രീഷ്മ നടത്തിയത് വിശ്വാസവഞ്ചനയാണ്. വധശ്രമം തെളിഞ്ഞെന്നും വിധിന്യായത്തിൽ വ്യക്തമാക്കി. ജ്യൂസിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഷാരോണിന് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് യുവാവ് വീഡിയോ ചിത്രീകരിച്ചത്. മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ വാവേ എന്നാണ് വിളിച്ചത്. പ്രതിയെ ഷാരോൺ മർദ്ദിച്ചതിന് തെളിവുകളില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി.